ഹലോ എവ്രി വൺ, എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളരെയധികം എല്ലാവർക്കും മേ ബി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. EFT. ഞാൻ പല വീഡിയോസ് ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ കമൻറ്റിൻ്റെ അടിയിൽ എനിക്ക് പലപ്പോഴും വരാറുണ്ട്, എനിക്ക് ഭയങ്കരധികം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകളിൽ പോകുന്നുണ്ട്, ഇമോഷണൽ പെയിൻസ്, ട്രോമാസ്, കുറേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടെ പോകുന്നുണ്ട്. സോ പലപ്പോഴും മാനിഫെസ്റ്റേഷൻ ടോപ്പിക്സ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം, കുറച്ച് നാളധികം ചെയ്യണം, എന്നാലേ ഇത് വർക്കാവുള്ളൂ. നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് തോന്നും, നമുക്ക് ആ പെയിൻ കാരണം, ഇമോഷണൽ കാരണം നമുക്ക് എപ്പോഴും തോന്നും പെട്ടെന്ന് എന്തെങ്കിലും ശരിയായി കിട്ടിയിരുന്നെങ്കിൽ, പെട്ടെന്ന് ഇതൊന്ന് ശരിയായിരുന്നെങ്കിൽ, പെട്ടെന്ന് ഈ വിഷമം ഒന്ന് മാറിയിരുന്നെങ്കിൽ നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച്, അല്ലെങ്കിൽ ആ ഇമോഷൻസിന് പെട്ടെന്നൊരു ഷിഫ്റ്റും, പെട്ടെന്ന് നിങ്ങളുടെ ബോഡിയിലുള്ള എന്തൊക്കെ ഇമോഷൻസ് കുറേ നാളായിട്ട് കളക്ട് ചെയ്ത് കിടക്കുന്നുണ്ടോ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. EFTയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഓക്കെ, നമ്മുടെ ഇമോഷൻസ് എന്നുള്ളൊരു ഫ്രീഡം, നമ്മുടെ ഇമോഷണൽ ലൈഫിൽ നമുക്കൊരു ഫ്രീഡം, അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇത് ഒന്നുമില്ല, നമ്മുടെ ബോഡിയിലെ സ്പെസിഫിക് പാർട്സ് ഉണ്ട്, അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുക, ഇങ്ങനെയാണ് ടാപ്പ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, സോ നമ്മളങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷണൽ സ്ട്രെസ്സസ്, നമ്മുടെ ഓരോ ഏരിയാസ് ഓഫ് ബോഡിയിലും സ്റ്റോർ ചെയ്ത് നിൽക്കുന്നുള്ള ഇമോഷൻസ് റിലീസ് ചെയ്യും. അതിപ്പോൾ പേടി ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഓവർ തിങ്കിങ് ആയിട്ട് നമ്മൾ ആലോചിച്ച് കൂട്ടുന്നതായിരിക്കില്ല, എന്തെങ്കിലും ട്രോമാസ് ആയിരിക്കട്ടെ, പെട്ടെന്ന് അത് റിലീസ് ചെയ്യാൻ സഹായിക്കും. സോ നിങ്ങൾക്കത് ഹാപ്പി ആവാൻ വേണ്ടി യൂസ് ചെയ്യാം, നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ, ലവിന് വേണ്ടി യൂസ് ചെയ്യാം, സെൽഫ് ലവിന് വേണ്ടി യൂസ് ചെയ്യാം, ഇമോഷണൽ പെയിൻ ഹീൽ ചെയ്യാൻ യൂസ് ചെയ്യാം, സ്ട്രെസ്സ്, ഫിയർ എന്താണെങ്കിലും, മണി ബ്ലോക്ക്സ് വരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്സുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എന്തൊരു രീതി, എല്ലാ ഏരിയാസിലും ഇത് വർക്കാവും. ഇന്ന ഏരിയ എന്നൊന്നുമില്ല, എല്ലാത്തിനും വർക്കാവും. ഓക്കെ, സോ ഞാനൊരു ചെറിയൊരിത് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ടെക്നിക്കിലേക്ക് കിടക്കാം. സോ EFT എന്ന് പറയുന്നത് ഗാരി ക്രേഗ് എന്ന് പറഞ്ഞ ഒരാളാണ് പറഞ്ഞത്. ആളൊരു ഓൾഡ് ചൈനീസ് അക്യുപ്രഷർ പോയിൻറ്റ്സ്, നമ്മൾ അക്യുപ്രഷർ പോയിൻറ്റ്സ് കണ്ടിട്ടില്ലേ, അത് കുറച്ചും കൂടെ മോഡേൺ സൈക്കോളജി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ്. സോ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അത് റിലീസ് ചെയ്യും എന്നാണ് ആളുടെ ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മൾ സംസാരിക്കും തോറും ഞാനത് റിലീസ് ചെയ്യുന്നു, എൻ്റെ ഇമോഷൻ പെയിൻ ഞാൻ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്ത് സംസാരിക്കും തോറും ആ ഇമോഷൻ പെയിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഉള്ളിലുള്ള സ്റ്റോർ ആയിട്ടുള്ള ഇമോഷൻസ് പോവും, ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യും, സാഡ്നെസ് റെഡ്യൂസ് ചെയ്യും, ദേഷ്യം ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യും, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, ബോഡി ആകെ പെട്ടെന്നൊരു ഹീലിംഗ് എനർജി നമുക്ക് കിട്ടും. പെട്ടെന്ന് നമ്മുടെ ബോഡിക്കൊരു കാം എനർജി കിട്ടാൻ ഇത് വളരെയധികം സഹായിക്കും, പെട്ടെന്ന് തന്നെ സഹായിക്കും. സോ ഇത് നിങ്ങൾക്ക് ഏറ്റവും പവർഫുൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഹോപ്പോണോപ്പോൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാം. ഞാൻ മുന്നേ ഹോപ്പോണോപ്പോൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും EFTയും കൂടെ കമ്പൈൻ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഹോപ്പോണോപ്പോനോ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സോ ഡയറക്റ്റായിട്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് എങ്ങനെ ഇത് ചെയ്യാമെന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. സോ ഫസ്റ്റത്തെ പ്രഷർ പോയിൻറ്റ്സ് നമ്മുടെ കൈകളുടെ സൈഡിൽ, ഹാൻഡിൻ്റെ സൈഡിൽ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട്. എൻ്റെ ഡ്രോയിങ് അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ക്ഷമിക്കുക. സോ ഓരോ പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. ഇതൊരു പ്രഷർ പോയിൻ്റാണ് ഈ സൈഡിൽ, ഈ ഹാൻഡിൻ്റെ സൈഡിൽ. സോ നമ്മളെപ്പോഴും ഒരു ഹാൻഡ് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊരു പ്രഷർ പോയിൻറ്റ്. അടുത്ത പ്രഷർ പോയിൻറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. 1. അടുത്ത പ്രഷർ പോയിൻറ്റ് നെറ്റിയുടെ ഐബ്രോസിൻ്റെ ഇടയിൽ, ഇവിടെ ഒരു പ്രഷർ പോയിൻ്റാണ്. സോ നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യും കൈവച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ സൈഡ്, നെറ്റിയുടെ സൈഡിൽ, നെക്സ്റ്റ് ഐബ്രോസിൻ്റെ സൈഡിൽ, നെക്സ്റ്റ് മൂക്കിൻ്റെ അടിയിൽ, ചുണ്ടിൻ്റെ മുകളിലായിട്ട്, പിന്നെ നമ്മുടെ ചിന്നിൻ്റെ അവിടെ, താടിയുടെ അവിടെ, പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ, ഈ കോളർ ബോൺസ് ഉണ്ടാവില്ലേ അവിടെ, പിന്നെ നമ്മുടെ ഈ കൈയുടെ ഇടയിൽ, നമ്മുടെ സൈഡ്, ബോഡിയുടെ സൈഡിൽ, പിന്നെ ഹെഡിൻ്റെ അവിടെ. സോ ഇതാണ് നമ്മൾ നേരയിൽ എന്ന് പറയും, നേരയിൽ, നമ്മുടെ ക്രൗൺ, നേരഭാഗമില്ലേ അവിടെ. സോ ഈ ഏരിയാസിലാണ് നമ്മൾ ടാപ്പ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക, ആദ്യം ഹാൻഡിൻ്റെ സൈഡിൽ തുടങ്ങും. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമോഷൻസ് നമ്മൾ ടോക്ക് ചെയ്യും, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യും, പിന്നെ നെറ്റിയുടെ സൈഡിൽ, പിന്നെ കണ്ണുകളുടെ അടിയിൽ, പിന്നെ നോസിൻ്റെ അടിയിലായിട്ട്, പിന്നെ ചിന്നിൻ്റെ അവിടെ, പിന്നെ കോളർ ബോൺസിൻ്റെ അവിടെ. അത് നിങ്ങൾക്ക് ഏതർ 1 ഹാൻഡ് അല്ലെങ്കിൽ 2 ഹാൻഡ്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കൈൻ്റെ അടിയിൽ ഈ ഭാഗമല്ലേ, സൈഡ് ഓഫ് ദ ബോഡി, ഈ ചെസ്റ്റിൻ്റെയും ഹാൻഡിൻ്റെയും സൈഡ് ഓഫ് ദ ബോഡി വരുന്ന ഈ ഭാഗം, പിന്നെ നിറയിൽ, ഇങ്ങനെ ഏരിയാസിലാണ് നമ്മൾ ടാപ്പ് ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ നമ്മൾ ഹോപ്പനോപ്പനാണ് EFT ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. നെക്സ്റ്റ് നെറ്റിയുടെ അവിടെ ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. പിന്നെ നെറ്റിയുടെ സൈഡിൽ ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ്. അങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഇമോഷൻസ് റിലീസ് ചെയ്യും. അത് വളരെയധികം പവർഫുൾ. നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിലീഫ് കാണാൻ പറ്റും. നമ്മളത് കുറച്ച് ഒരു 3 റൗണ്ട് 3 റൗണ്ട് 4 റൗണ്ട് ഇപ്പോൾ ഹോപ്പനൊപ്പനോ 108 ടൈംസ് ഇങ്ങനെ EFT ടാപ്പിങ്ങിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു സമാധാനം, പെട്ടെന്നൊരു സന്തോഷം, നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു റിലീഫ് കിട്ടിയ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. സോ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിലൊരു മെഡിറ്റേഷൻ ഇൻക്ലൂഡ് ചെയ്യാം. സോ നിങ്ങൾക്കിത് ചെയ്യാം. ഞാൻ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ണടയ്ക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇൻ കേസ് ഇപ്പോൾ മെഡിറ്റേഷൻസ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ധാരാളം EFT മെഡിറ്റേഷൻസ് ഉണ്ട് ഓരോ ഏരിയ ഓഫ് ലൈഫിനും. ഇപ്പം ഞാൻ ചെയ്തു തരാൻ പോകുന്നത് ഇമോഷൻസ് എന്ന്, ഇപ്പോൾ എന്തെങ്കിലും ഇമോഷണൽ റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു EFT മെഡിറ്റേഷൻസ് ചെയ്തു തരാൻ പോവാണ്. സോ നിങ്ങളത് ചെയ്യാം. ഞാൻ ഈ പോയിൻ്റ് ഔട്ട് ചെയ്യും തോറും നിങ്ങൾ ആ ഭാഗത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ. സോ നമ്മളിത് ക്ലിയർ ചെയ്യും തോറും നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ നല്ലൊരു കാര്യം, നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻ നമ്മൾ അറിയാണ്ട് ബോഡിയുടെ പല ഭാഗത്തും സ്റ്റോറായി കിടക്കുന്നുണ്ട്. സോ നമ്മളിത് ചെയ്യും തോറും അതൊക്കെ റിലീസ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഞാൻ പറയുന്നേക്കാൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഇതിലൊരു ചെറിയൊരു മെഡിറ്റേഷൻ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ പറയാം, ഇന്ന് നെക്സ്റ്റ് നെറ്റിയുടെ അവിടെ സൈഡിലേക്കെന്ന് പറയാം. സോ നിങ്ങൾ അതിനനുസരിച്ച് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. 2 hands or 3 hands അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ അനുസരിച്ച് ടാപ്പ് ചെയ്യാം. ഓക്കെ. സോ എല്ലാവരും ഒരു കാമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാം. ഇതിരുന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സമാധാനമായിട്ട് കംഫർട്ടബിളായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാം. സോ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് either ശ്രദ്ധിച്ച് കേൾക്കാം ഇല്ലെങ്കിൽ എൻ്റെ കൂടെ പറയാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളാദ്യം നിങ്ങളുടെ ഹാൻഡ്സിൻ്റെ സൈഡിൽ ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ നോക്കാം. ഓക്കെ. നിങ്ങൾ ഹാൻഡ്സിൻ്റെ സൈഡിൽ ടാപ്പ് ചെയ്ത് തുടങ്ങാം. എൻ്റെ ലൈഫിൽ എല്ലാ ഇമോഷണൽ പെയിൻസിലും ഞാൻ റെസ്പോൺസിബിൾ ആവുന്നു. I take 100% responsibility for all the emotional pains and well-being in my life. ഇന്ന് ഞാനിതെല്ലാം മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുള്ള എല്ലാ പെയിൻസും ഇമോഷൻസും ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നു. എൻ്റെ ഉള്ളിലുള്ള ഈ ഇമോഷണൽ പെയിൻസിനെ മനസ്സിലാക്കി ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. I feel this emotional pain. I choose to love and accept myself. ഈ പെയിൻ എൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. Even though I feel this emotional pain, I choose to love and honor myself. ഇനി നിങ്ങൾ നെറ്റിയുടെ സൈഡിലേക്ക് കൊണ്ടുവരാം. നെറ്റിയുടെ അവിടെ ടാപ്പ് ചെയ്യുക. എൻ്റെ ഉള്ളിൽ ഞാൻ ഓക്കെ അല്ല, എന്തോ ശരിയല്ല എന്നെനിക്ക് തോന്നുമ്പോഴും പുറത്ത് പലരും ദുഃഖത്തിലാണ് എന്ന് ഞാൻ കാണുമ്പോഴും ഈ ദുഃഖം എൻ്റെ ഉള്ളിലുണ്ടായിട്ടും ഞാൻ എന്നെ സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ചൂസ് ചെയ്യുന്നു. ഈ അനുഭവങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ച എല്ലാവരെയും ഞാൻ സ്നേഹിക്കാനും തിരഞ്ഞെടുക്കുന്നു. I honor, love and accept myself and all the people in my life who have taught me to feel this pain. ഇനി നെറ്റിയുടെ സൈഡിൽ ടാപ്പ് ചെയ്യുക. ഈ ഇമോഷണൽ പെയിൻസ് ഒക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ അത് റിലീസ് ചെയ്യുന്നു. I choose to let it go. I choose to let it go. I choose to release this emotional pain. I choose to release all this emotional pain. ഇനി കണ്ണിൻ്റെ അടിയിലേക്ക് ടാപ്പ് ചെയ്യാം. ഞാൻ ഈ ഇമോഷൻസിനൊക്കെ റിലീസ് ചെയ്യാൻ
ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ഒരു ഭാഗം അതിനെ എതിർക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ സമാധാനം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ പലപ്പോഴും വേദനകളുണ്ടെങ്കിലേ ജീവിതത്തിൽ നല്ലത് ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ചിന്തയെ ഞാൻ മനസ്സിലാക്കുന്നു. ആൻഡ് ഞാനിപ്പോൾ ഇമോഷൻസൊക്കെ റിലീസ് ചെയ്യുന്നു. ഇനി മൂക്കിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം. എൻ്റെ ശരീരത്തിൽ നിന്നുള്ള എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇമോഷണൽ പെയിൻസും ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. ഐ റിലീസ് ദിസ് പെയിൻ ഫ്രം മൈ ബോഡി. ഐ റിലീസ് ദിസ് പെയിൻ ഫ്രം മൈ ബോഡി. ഐ റിലീസ് ഓൾ ദിസ് പെയിൻ ഫ്രം മൈ ബോഡി. ഇനി താടിയുടെ അവിടെ എൻ്റെ ഉള്ളിലെ എല്ലാ ഭാരവും ഞാൻ റിലീസ് ചെയ്യുന്നു. I let go of all the heaviness inside me. എൻ്റെ ഉള്ളിലെ എല്ലാ ഭാരവും എല്ലാ ദുഃഖങ്ങളും എല്ലാ പെയിൻസും ഞാൻ റിലീസ് ചെയ്യുന്നു. I let go of all the heaviness inside me. ഇനി കഴുത്തിൻ്റെ അവിടെ ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് കോളർ ബോൺസിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുക. I am safe to feel and release this pain. I am safe to feel and release this pain. ഞാനിത് ചെയ്യുമ്പോഴും ഞാൻ സേഫാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. I am safe to feel and release this pain. ഇനി കൈയിൻ്റെ അടിയിൽ നിങ്ങളുടെ ബോഡിയുടെ സൈഡിലായിട്ട് ചെയ്യുക, ടാപ്പ് ചെയ്യുക. ഐ ഫൊർഗിവ് മൈസെൽഫ് ആൻഡ് അലൗ ഹീലിംഗ്. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ഇമോഷണൽ പെയിൻസിനും, ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള എല്ലാത്തിലും, ഞാൻ കടന്നു പോയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും ഞാൻ എന്നെ തന്നെ ക്ഷമിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യുന്നു. ഐ ഫൊർഗിവ് മൈസെൽഫ് ആൻഡ് അലൗ ഹീലിംഗ്. ഇനി നിങ്ങളുടെ നിറയിൽ, തലയുടെ മുൾഭാഗത്ത് നിറയിലായിട്ട് ടാപ്പ് ചെയ്യുക. ഐ റിലീസ് ഓൾ ദ പെയിൻ ആൻഡ് ടെൻഷൻ. ഐ ലെറ്റ് ഇറ്റ് ഗോ. ഐ റിലീസ് ഓൾ ദ പെയിൻ ആൻഡ് ടെൻഷൻ. ഐ ലെറ്റ് ഇറ്റ് ഗോ. ഐ റിലീസ് ഓൾ ദ പെയിൻ ആൻഡ് ടെൻഷൻ. ഐ ലെറ്റ് ഇറ്റ് ഗോ. ഇനി വീണ്ടും കൈയിൻ്റെ സൈഡിലായിട്ട് ടാപ്പ് ചെയ്യുക. ഞാൻ ഈ ഇമോഷണൽ പെയിനിൽ നിന്നും മുക്തനാണ്. ഞാൻ ഈ ഇമോഷണൽ പെയിൻസിൽ നിന്നും മുക്തനാണ്. ഐ എം ഫ്രീ ഫ്രം ദിസ് ഇമോഷണൽ പെയിൻ. ഐ ആം ഫ്രീ ഫ്രം ദിസ് ഇമോഷണൽ പെയിൻ. ഐ ആം ഫ്രീ. ഇനി നെറ്റിയുടെ ഐബ്രോസിൻ്റെ ഇടയിലായിട്ട് ടാപ്പ് ചെയ്യുക. എൻ്റെ ഉള്ളിൽ സമാധാനവും സ്നേഹവും പ്രകാശവും സന്തോഷവും ഞാൻ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള സമാധാനം, സന്തോഷം, പ്രകാശം ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഐ ചോസ് പീസ്, ലവ് ആൻഡ് ലൈറ്റ് ഇൻ മീ. ഐ ചോസ് പീസ്, ലവ് ആൻഡ് ലൈറ്റ് ഇൻ മീ. ഇനി നെറ്റിയുടെ സൈഡിലായിട്ട് ടാപ്പ് ചെയ്യാം. എന്നെ പിന്തുണയ്ക്കാത്ത എല്ലാം ഞാൻ റിലീസ് ചെയ്യുന്നു. ഐ ആം റിലീസിങ് ഓൾ ദാറ്റ് നോ ലോങ്ങർ സെർവ്സ് മീ. എൻ്റെ നല്ലതിന് എന്നെ പിന്തുണയ്ക്കാത്ത എല്ലാ പെയിൻസ്, എല്ലാ ഇമോഷൻസ് ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ഐ ആം കംപ്ലീറ്റ്ലി റിലീസിങ് ഓൾ ദാറ്റ് നോ ലോങ്ങർ സെർവ്സ് മീ. ഇനി കണ്ണിൻ്റെ അടിയിൽ ടാപ്പ് ചെയ്യാം. ഐ എം ഹാപ്പി. ഐ എം ഹീൽഡ്. ഞാൻ സന്തോഷവാനാണ്. എൻ്റെ ലൈഫിൽ കൂടുതൽ സ്നേഹം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. നോസിൻ്റെ അടിയിൽ ടാപ്പ് ചെയ്യുക. ഐ ആം ഹീൽഡ്. ഐ എം ഹീൽഡ്. ഐ എം ഹീൽഡ്. ഇനി ചിന്നിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുക. ഐ ഫീൽ പീസ്.
എൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും വളരുന്നു. എൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും മാത്രം ഞാൻ ഉൾക്കൊള്ളുന്നു. ഐ നൗ ഓൺലി ഹാവ് ഹാപ്പിനെസ് ആൻഡ് പീസ് ഇൻസൈഡ് മീ. ഇനി ചെസ്റ്റിൻ്റെ മുകളിൽ കോളർ ബോർഡിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുക. ഐ ആം ഹീൽഡ്, ഐ ആം ഹീൽഡ്, ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസ്, പെയിൻസും ഞാൻ റിലീസ് ചെയ്തു. ഐ ലെറ്റ് ഇറ്റ് ഗോ. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ സമാധാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ഞാൻ സമാധാനവും സന്തോഷവും സ്നേഹവും മാത്രമേ ഞാൻ ചൂസ് ചെയ്യുന്നുള്ളൂ. കൈൻ്റെ അടിയിൽ ഐ ചൂസ് പീസ്, ലവ് ആൻഡ് ലൈറ്റ് ഇൻ മീ. ഐ ചൂസ് പീസ്, ലവ് ആൻഡ് ലൈറ്റ് ഇൻ മീ. ഇനി ടോപ്പ് ഓഫ് ദ ഹെഡ്, നിറയുടെ അവിടെ ഐ ഫൊർഗിവ് മൈസെൽഫ്, ഐ ഫൊർഗിവ് മൈസെൽഫ്, ഐ ഫൊർഗിവ് മൈസെൽഫ്. ഐ ആം ഹാപ്പി, ഐ ആം ഹീൽഡ്. എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഇനി എന്നും സന്തോഷവും സമാധാനവും സ്നേഹവും മാത്രം ഉണ്ടാവുള്ളൂ. ഐ ആം ഓപ്പൺ ടു ലവ്, ഹാപ്പിനെസ്, പീസ്. I am sorry. Please forgive me. Thank you. And I love you. ഓക്കെ, സോ നമ്മുടെ EFT മെഡിറ്റേഷൻസ് തീർന്നു. ഇതൊരു ചെറിയൊരു മെഡിറ്റേഷനായിരുന്നു. സോ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഏതൊരു EFT വേണമെന്നുണ്ടെങ്കിലും സജസ്റ്റ് ചെയ്യാം. അല്ല, യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ചേരുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് EFT ടെക്നിക്സ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ എന്താ ഫീൽ ചെയ്യണേ കമൻറ്റ്സ് പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ തോന്നുന്നു അതൊക്കെ ചെയ്യാൻ പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് റിലീഫ് കാണും. സോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഞാൻ പേഴ്സണലൈസ്ഡ് മാനിഫെസ്റ്റേഷൻ കോച്ചിങ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടണമെങ്കിൽ എന്തായാലും എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, ഇപ്പോൾ ടാരോ റീഡിങ്സ് ക്ലോസ്ഡ് ആണ്. മീൻ ടൈം ഹീലിംഗ് സെഷൻസും കോച്ചിങ്സും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ എനർജി എക്സ്ചേഞ്ചിൽ മാത്രം. അപ്പോൾ എല്ലാവർക്കും lots of blessings, happiness, peace and light and love from this side. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും.